നമസ്കാരം. കലാകാരൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഹൃദയപൂർവ്വം കലാകാരൻ എന്ന ഈ പ്രോഗ്രാമിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ വളരെ മനോഹരമായി ഡ്രമ്മ് വായിച്ച ആ കലാകാരൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു കാലത്തെ ഗാനമേള സ്റ്റേജുകളിലും കല്യാണ വീടുകളിലും സംഗീത ആസ്വാദകർക്കിടയിൽ ഡോലക്കിലും ജാസ് ഡ്രമ്മിലും തൻ്റേതായ ശൈലി കൊണ്ട് ആയിരങ്ങളുടെ കയ്യടി ഏറ്റുവാങ്ങിയ ഭാസ്കരൻ, അതെ, കോഴിക്കോട്ടുകാരുടെ സ്വന്തം ഭാസ്കരേട്ടൻ. സംഗീത ആസ്വാദകരുടെ പ്രിയപ്പെട്ട ഭാസ്കരേട്ടനെ ഹൃദയപൂർവ്വം കലാകാരനിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ഭാസ്കരൻ. ഞാൻ 55 വർഷത്തോളമായി ഈ രംഗത്ത് വർക്ക് ചെയ്തിരിക്കുന്നു. വളരെയധികം സ്റ്റേജുകളും കല്യാണ പരിപാടികളും ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ വളരെ വഴിയോട്ടാണ്, പരിപാടികളൊന്നുമില്ല. പ്രായം 74 വയസ്സായി. ഞാൻ കുറച്ച് ആദ്യം തബല ആണ് പഠിക്കാൻ വേണ്ടിയിട്ട് നിന്ന്. കുറച്ച് അൻവർ ഭായി എന്ന് പറഞ്ഞിട്ട്, അൻവർ ഉസ്താദ്, അൻവർ ഖാൻ എന്ന പേര്, അയാളിൽ നിന്ന് പഠിച്ച് അയാൾ പെട്ടെന്ന് കലക്കത്തയിലേക്ക് പോയി. അപ്പോൾ പഠിപ്പ് നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അസംബായിൻ്റെ അടുത്തേക്ക് പോയി, സർഗ മ്യൂസിക്കൽസ്. അയാൾ പറഞ്ഞ അയാൾ ആരെന്നോട് ചോദിച്ചിട്ട് എഴുതിച്ചിട്ട് വായിക്കാൻ, അയാൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് പരിപാടിയാണ്. പിന്നെ ഞാൻ പോണേ എസ് ഖാൻ്റെ അടുത്തേക്ക്. എസ് ഖാൻ സൂപ്പർ, അത് നല്ലൊരു സംഭവമാണ്. അയാൾക്ക് കുറേ തബലയിൽ വായിക്കേണ്ട അക്ഷരങ്ങൾ കുറേ അയാൾ കാണിച്ചു തന്നു. പിന്നെ തുടർന്ന് പോകാൻ പറ്റിയില്ല, വെള്ളയിലെത്തണം, അവിടെ പോയി വരാൻ പറ്റുന്നില്ല, സമയം കിട്ടൂല. പിന്നെ അയാളുടെ സമയത്തിന് ഞാനവിടെ എത്തൂല, എൻ്റെ സമയത്തിന് അയാളെ കിട്ടൂല. അങ്ങനെ അത് നിർത്തി. അങ്ങനെ പെട്ടെന്ന് ഇതിലേക്ക് കയറി. ഒരു ഡോലക്കുമായിട്ട് ഈ ഓർക്കസ്ട്രയിൽ സൈനുദ്ദീൻ്റെ കയറി. ട്രിപ്പിൾ ഡ്രം വേറൊരാളാണ്, ഹരിദാസൻ. അപ്പോൾ ഒരു പരിപാടിക്ക് സൈനുദ്ദീൻ ഒരു വല്ലാത്തൊരു പണി ഒപ്പിച്ചിരുന്നു അന്ന്. പറയാതൊക്കെ പയ്യ പറയണം. ഓർക്കസ്ട്ര ഒരു ക്ലബ്ബ് ഞങ്ങളെല്ലാവരും കൂടി പോകണം. വാടക കൊടുക്കാനും മറ്റ് ചെലവുകൾക്കൊക്കെ ആരും പൈസ എടുക്കില്ല. അത്യാവശ്യം ചില്ലറ എന്തെടുക്കും, ബാക്കി ക്ലബിന് ഇൻസ്ട്രുമെൻറ്റോ വാങ്ങാനെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യുന്നുള്ളത്, ആ ഓർക്കസ്ട്രയിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത 5-6 ആളെ പ്രോഗ്രാം കിട്ടിയാൽ ഇവരായിട്ട് പോയിക്കോളും. ബാക്കിയുള്ളവരൊന്നുമില്ല, ആ പൈസ അവരെടുക്കുക. അങ്ങനെ അതൊരു പണിയായി, സ്ഥിരം പണിയായി. അങ്ങനെ അത് പോയിട്ട് സൈനുദ്ദീനോടൊക്കെ ഒരു യോഗം വിളിച്ച്, ഇതിങ്ങനെ ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീതങ്ങൾ ക്ലബിലേക്ക് കൊടുക്കുക, നിങ്ങളങ്ങനെ ചെയ്തോളി. അങ്ങനെ പറഞ്ഞ പക്ഷേ സൈനുദ്ദീൻ വേണ്ട, നമുക്ക് ഇതെങ്ങനെ തന്നെ ആക്കാം, അങ്ങനെ പ്രൈവറ്റായിട്ട് പോകില്ല, നമുക്ക് ഒന്നായിട്ട് പോയാൽ മതി, നിങ്ങൾ ക്ലബ്ബാണ് നമുക്ക് വലുതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അതിൽ ഹരിദാസൻ എന്ത് ചെയ്യുന്ന പറയാം, ഒരു പ്രോഗ്രാം ശിവരാത്രി പ്രോഗ്രാം കൊയിലാണ്ടി, അത്രയും ജനം കൂടുന്ന ഒരു സ്ഥലമാണ്, അപാര സ്ഥലമാണ്. അങ്ങനെ പോയി. അന്ന് ഞാൻ ഡോലൊക്കെ വായിക്കാറ്. പിന്നെ ട്രിപ്പിൾ ഡ്രമ്മിൻ്റെ ഇവൻ വന്നില്ല വായിക്കാൻ. പ്രൈവറ്റ് പരിപാടി ആക്കിയില്ല ഇവിടെ ആദ്യം സൈനുദ്ദീൻ. അത് ക്ലബിൻ്റെ ആക്കിയപ്പോൾ ഇവനൊന്നും കിട്ടൂലില്ല, ഇവൻ വന്നില്ല. ഇവൻ നമ്മളെ തോൽപ്പിച്ച ക്ലബിനെ. അപ്പോൾ ക്ലബിലുള്ള 1-2 ആൾക്ക് ഞാൻ ലേശം ഇങ്ങനെ തട്ടുമുട്ടും എന്നൊക്കെ ഓർക്ക് അറിയാം. കാരണം ഇവനുള്ളപ്പോൾ അത് ഓൻ പോകുമ്പോൾ ലൂസാക്കിയിട്ട് പോയിക്കാളും വായിക്കാതിരിക്കാൻ. അപ്പോൾ അതിൻ്റെ അകത്ത് ഞങ്ങൾ പഠിക്കും. ഞാൻ ഈ ജയരാജനും, ഇപ്പോൾ സിനിമാ നടനല്ലേ ജയരാജനും ഞാനും അതിൻ്റെ അകത്ത് നിന്ന് വായിക്കും. അങ്ങനെ അപ്പോൾ ഇവർ നമ്മളെ കൂടെ പാടുന്ന കുറച്ച് ആൾക്കാർക്ക് അറിയാം. അവർ ഭാസ്കരേട്ടൻ വായിച്ചോളൂ, വരണമെന്നില്ല. അങ്ങനെ പോയി. ഞങ്ങൾ ആ ഓട്ടത്തെ വായിക്കാൻ പോയി. ആ പരമാകരം ഞാൻ ട്രിപ്പിൾ ഡ്രം ആദ്യമായിട്ട് കൊയിലാണ്ടി ആ വലിയ സ്റ്റേജിൽ 4 ഭാഗം കറക്റ്റില്ല, ഓപ്പൺ സ്റ്റേജിൽ, അങ്ങനത്തെ ഒരു സ്ഥലം കയറിയപ്പം തന്നെ ഞാൻ അങ്ങനെ കിട്ടുകിട പറഞ്ഞിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് ചെയ്യാൻ പോലെ ഇത് എന്തായാലും വേണ്ടില്ല. അവിടെ ഇറങ്ങിയാണ്. ഡോലൊക്കെ ഉണ്ട്, അതും മടിയിലുണ്ട്, ഇതുണ്ട്, പിന്നെ ബ്രഷും ഒക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ, സൈഡ് ഇൻസ്ട്രുമെൻറ്റ്. പ്രോഗ്രാം അയച്ചു. എനിക്ക് വേണ്ട മാതിരിയായി. വേണ്ട മാതിരി ക്ലബിലെത്തിയോട് കൂടിയിട്ട് ക്ലബിലുള്ള എല്ലാ ആൾക്കാരും ഇന്നടുത്ത് പൊന്തിച്ചാണ്. പിന്നെ
അപ്പോൾ ഭാസ്കരനാണ് താരം എന്നൊക്കെ ഒന്ന് പറയാം. അന്ന് ഇൻ്റെ അടുത്ത് വന്നത് ഭാസ്കർ ഈയാണ് വിജയം, ഈ ഉണ്ടായതിനെ കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അങ്ങനെ ഡ്രമ്മറില്ലാത്ത കുറവ് അവൻ വായിക്കണൊക്കെ നന്നായി ഞാൻ ചെയ്തിക്കണമെന്നുള്ള അവിടെ എല്ലാവരും മനസ്സിലായി. അതോടുകൂടി ഞാൻ അങ്ങനെ ചെയ്തിക്കണമെന്ന് ഹരിദാസിന് ഹരിദാസിന് വാങ്ങി തന്നു. പിന്നെ എനിക്ക് ആ രണ്ടാമതും ഡോലക്കായി. അങ്ങനെയാണ് ഞാൻ ജാസിൻ്റെ മുകളിൽ പിന്നെ എന്നെ ചെറുതാക്കി കഴിഞ്ഞ് വലിയ ലേശം കൂടെ കയറിയപ്പോൾ വന്നപ്പോൾ ഞാൻ പിന്നെയും ഡോലക്ക്. അപ്പം എനിക്ക് തോന്നി ജയരാജൻ നമുക്ക് ഇങ്ങനെ പോരടെ വേറെ എന്തെങ്കിലും സാധനം ഉണ്ടാവുക ജാസ് വാങ്ങാതെ. ജയരാജനും കൂടി അവനൊരു 500 അന്ന് 500 വലിയ പൈസയാണ്. 500 തന്ന ബാക്കി പൈസ ഞാനും എടുത്ത് 1500 രൂപ ഞാൻ എനിക്ക് പണിയുണ്ട് എടുത്ത് എറണാകുളം പോയിട്ട് ജാസ് വാങ്ങി. അപ്പോൾ ഹരിദാസനത് ഞാൻ അങ്ങനെ ഡ്രമ്മറാവണേ അങ്ങനെ ഇത് അടിക്കണമല്ലോ ഇത് ഈ സാധനം ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് അതിനോണ്ടൊക്കെ കളിക്കേണ്ടത്. അങ്ങനെയാണ് ജോബായിനെ പരിചയപ്പെടുത്തുന്നത്, ഈ ജോഷിയെ പരിചയപ്പെടുത്തുന്നത്. ജോഷി SI ഒക്കെയാണ് വലിയ ഭയങ്കര അപാരമാണ്. വയലിൻ വായിച്ചായിരിക്കും അതാ നല്ലത്, ഗിറ്റാർ വായിച്ചായിരിക്കും അതാ നല്ലത്. രണ്ടും ഓന് വളരെ ചുവട് വെക്കൂല. പ്രത്യേകത എന്താ പറയുക, അവന് ചുവട് വെക്കത്താണ്. ഇച്ചങ്ങ ഇതിൻ്റെ മുകളിൽ തുടങ്ങിയാലുണ്ടല്ലോ എന്തോ ഒരു വായന എന്നറിയോ, അപാര വായന. പോലീസ് ഓർക്കസ്ട്രയൊക്കെ ആയിരുന്നു. ഗ്ലാസ് ഡ്രം വാങ്ങാനുള്ള പൈസ കയ്യിലില്ലാത്തതുകൊണ്ട് പഴയ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അനീഫ, സൂപ്പർ ആർട്ടിസ്റ്റാണ്. അയാൾ ട്രിപ്പിൾ ഡ്രം വായിക്കുന്നത് കണ്ടിട്ട് ഞാൻ അയാളെ പിന്തുടർന്ന് അയാൾ കുറേ കാണിച്ചു തന്ന് ഞാൻ പിന്നെ ഡ്രമ്മ് വായിക്കാമെന്ന് ട്രിപ്പിൾ ഡ്രമ്മറായി ഞാൻ. അങ്ങനെ പരിപാടികളൊന്നുമില്ല, ഞാൻ ഡ്രമ്മ് വായിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു ക്ലബിൽ അംഗമായി. സൈനുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാളെ ഓർക്കസ്ട്രയിൽ, ആ ഓർക്കസ്ട്രേൻ്റെ പേരാണ് സ്വീറ്റ് ടോൺസ് എന്ന പേര്. പ്രഗത്ഭരായ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്, ജോഷി, തേജ്, ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടർ തേജിനൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പപ്പന്, ഹരിദാസന്, മധു, ഈ പറഞ്ഞ കീബോർഡ് വായിക്കുന്ന ആൾക്കാർക്കൊക്കെ അവർ ഇവിടെ അറിയപ്പെടുന്ന ഗിറ്റാറിസ്റ്റ് നല്ല നല്ല ഓർക്കസ്ട്രയിലൊക്കെ ഞാൻ വളരെ കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അടുത്തായിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. കാരണം വീടുമില്ല, പണിയില്ല, അതിന് മാത്രം വരുമാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വളരെ പിന്നോട്ടായിപ്പോയി. പിന്നെ എനിക്കിതൊക്കെ ഒന്ന് വേണ്ടാന്ന് തോന്നി. പിന്നെ പണി കഴിഞ്ഞ ഉടനെ ഞാൻ നേരെ ക്ലബിലേക്കാണ് വരിക. പണ്ടത്തെ ഒരു കൂലിപ്പണിക്കാരൻ്റെ സ്റ്റൈലിലൊന്നുമല്ല ഞാൻ നടക്കലൊക്കെ. വലിയൊരു സംഭവമായിട്ട് നല്ല ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് നല്ല പ്രസക്തിയൊക്കെ ഉള്ള ആളാണ്. നല്ല വായിക്കാനൊക്കെ കഴിയും. നല്ല ആരോഗ്യമുള്ളതുകൊണ്ട് എത്ര വെയിറ്റുള്ള സാധനവും ഞാൻ വായിക്കും, എത്ര പാട്ടും. അത് നല്ല നല്ല ഗ്രൂപ്പ് സോങ് ഒക്കെ പാടലുണ്ടെന്ന്. സൈനുദ്ദീനാണ് ഈ രംഗത്തേക്ക് കുറച്ച് കൂടുതൽ പ്രചോദനം നൽകിയ ആൾ. വളരെ ഇപ്പം മതോട്ടുണ്ട് അരക്കിണർ, അത് നല്ല പ്രധാരണ എന്നോടുണ്ടായത്. പിന്നെ പെട്ടെന്ന് ക്ലബ്ബ് പോയി, പിന്നെ ഓരോരോ വഴിക്ക് ആയിപ്പോയി. ഇപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ ഇവിടെയാണുള്ളത്. ഇവിടെയുള്ള ജനങ്ങളാണ് ഇപ്പോൾ എന്നെ ഒരു പൊസിഷനിൽ എത്തിക്കണം എന്നുള്ള ആഗ്രഹം. എന്നെക്കാട്ടും കൂടുതൽ താല്പര്യം ഇവിടെയുള്ള ആൾക്കാർക്കാണ്. ഭയങ്കര അത് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇവർ ഇപ്പോൾ അടുത്തൊരു ട്രോഫി, മുഹമ്മദ് റോഫി സാഹിബിൻ്റെ മാർച്ച് 9 ഒരു ഗ്രേറ്റ് പരിപാടി നടന്നിരുന്നു. എൻ്റെ അവസാനത്തെ പരിപാടി തന്നെ പറയാൻ എനിക്ക്. നല്ല റോഫിൻ്റെ അത്രയും വലിയ ഓർക്കസ്ട്ര, പപ്പൻ, ഹരിദാസൻ, പിന്നെ CM വാളിയലിൻ്റെ വയലിൻ, രാജു സാക്സ്, പിന്നെ ജോയ് ഗിറ്റാറ്, കൊച്ചു ശശി ബേസ്, അസീസ് ജാസ് ഡ്രമ്മ്, ഞാൻ ട്രിപ്പിൾ ഡ്രമ്മ്, പിന്നെ ഒരു 3-4 തബലക്കാരും. ഒരു നല്ലൊരു ഗ്രേറ്റ് പരിപാടി അന്ന് നടന്നത്. റഫി സാഹിബിൻ്റെ ഇത്രയും നല്ലൊരു പരിപാടി ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനത്തെ 2 കീബോർഡ് ആർട്ടിസ്റ്റുകളാണ് ഉള്ളത്. കുറേ ഫീമെയിൽസൊക്കെ ഉണ്ടായിരുന്നു. നല്ല പരിപാടി. എനിക്കന്ന് സാമ്പത്തികമല്ലേന് പ്രശ്നം. ഇങ്ങനെ ഒന്ന് പങ്കെടുക്കാൻ, ഈ അവസാന നിമിഷത്തിൽ ഇങ്ങനെ പങ്കെടുക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെ അവരോട് നന്ദി പറയണമെന്നുണ്ട്. എങ്ങനെ നന്ദി പറയണമെന്നും അറിയില്ല. വയസ്സ് 74, ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ ഇല്ല. നല്ല ഡ്രമ്മറായിരുന്നു ഞാൻ എന്നെപ്പറ്റി കൊടുത്തില്ല, അത് പൊതുവെയുള്ള അഭിപ്രായമാണ്. അന്ന് എനിക്ക് നല്ല പ്രോഗ്രാം കിട്ടി. ജാസ് വായിക്ക് തന്നെ അന്ന് അസീസൊന്നും വളർന്നിട്ടില്ല. അസീസ് ഇപ്പം നോക്കുമ്പോൾ എൻ്റെ 100 ഇരട്ടിയാണ് അസീസ്. ഞാനൊന്നുമല്ല. ഇപ്പോൾ അസീസിന് ആ നന്ദിയുണ്ട് കേട്ടോ. എപ്പോഴും എന്നെ കണ്ടാൽ ഭയങ്കര ബഹുമാനമൊക്കെയാണ്. ഞാൻ പഴയ ഒരു ഇതായിട്ട് നടന്ന ആളാണല്ലോ എന്നുള്ളത്. അസീസിന് ഇപ്പോഴത്തെ ലോകം വേറെ, ഇപ്പോഴത്തെ പാട്ടും വേറെയാണ്. അതേമാതിരി ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ SPD ചെയ്യുന്ന സാധനം അതിൽ ഇത് മാനുവലിലേക്ക് വായിക്കാൻ കഴിയില്ല. ഒരു ചെറിയൊരു അതിൻ്റെ ഒരു ഐഡിയ ഉണ്ടാക്കി വായിക്കാമെന്നുള്ളൂ. പിന്നെ എവിടെയെങ്കിലും ഫ്രണ്ട്സിൻ്റെ അധികം പരിപാടിക്ക് പോകുമ്പോൾ ഞാനെടുത്തിട്ട് ഞാൻ തന്നെ ഇവരൊക്കെ വിളിക്കും,
ഒരാൾക്ക് ഒരു ഉറുപ്പ്യെന്ന് വരെ കടാക്കില്ല, ഒരാൾക്കും പറയാനും കഴിയില്ല. എല്ലാവർക്കും ഞാൻ വേണ്ടമായ പൈസ ഞാൻ എടുത്തിട്ടില്ലെങ്കിലും കൊടുക്കും. സുനിൽ ഭാസ്കറിനൊക്കെ നന്നായിട്ട് അറിയാം. രാജശ്രീ റെക്കോർഡിങ്ങിൽ സുനിൽ ഭാസ്കറാണ് ഞാൻ കൊണ്ടുപോകാറ് എപ്പോഴും അധികവും. സുനിൽ ഭാസ്കറിനെ തേജിന് ഗിറ്റാറ് ഇവരൊക്കെ വിളിച്ചിട്ടാണ് ഞാൻ പോകാൻ. ഞാൻ ജാസ് ട്രിപ്പിൾ ഡ്രമ്മിൽ ചിലപ്പോൾ അനിയപ്പൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ആരാരെങ്കിലൊക്കെ. എനിക്ക് ഒരുപാട് പ്രോഗ്രാം കിട്ടും. അന്ന് എവിടെ നോക്കിയാലും കല്യാണ പരിപാടിയാണ്. ഒരാഴ്ചയിൽ ഒരാഴ്ചയിൽ 7 ദിവസമൊക്കെ വായിച്ച സന്ദർഭം ഉണ്ടായിരുന്നു ഇവിടെ കോഴിക്കോട് തന്നെ. ചിലപ്പോൾ 2 പരിപാടി, രാവിലെ ഒരു സ്ഥലത്ത് വൈകുന്നേരം വേറെ സ്ഥലത്ത്. ഇപ്പോൾ ഒന്നുമില്ല, എവിടെയും ഒരു സാധനം ഇല്ലാണ്ടായി. കംപ്ലീറ്റ് എന്തായാലും പറയാം, വംശനാശം വന്നുപോയി എന്നറിയാം. ഞാൻ പഴയ 6ാം ക്ലാസ്സാണ്. അന്ന് ആ കാലത്ത് അങ്ങനെ ഒരു സംവിധാനം തന്നെ ഇല്ല. ഈ എന്തായാലും പറയാം യുവജനോത്സവമോ കലാതിലകോ കലാമേള എന്നാൽ അക്കാലത്ത് ഇല്ല. ആ ട്രിപ്പിൾ ഡ്രമ്മിൽ ഞാൻ ഹനീഫിൻ്റെ ആണ് എൻ്റെ മാഷ് എന്ന് തന്നെ പറയാം. പിന്നെ ജാസ് ഞാൻ പഠിച്ചത് ജോബായി തൃശ്ശൂർ. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലൊരു അറിയപ്പെടുന്ന ഡ്രമ്മറാണ്. അപ്പോൾ അയാളുടെ അടുത്താണ് ഞാനൊരു 3 ബീറ്റപ്പ് കിട്ടിയുള്ളൂ. പിന്നെ മഹാറാണി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മഹാറാണി, അന്ന് ഈസ്റ്റേൺ ടൂറിസ്റ്റാണ്. അപ്പോൾ അവിടെ കേബറ ഹോളുണ്ട്. അവിടെ ജാസ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റിനെ ആദ്യമായിട്ട് കാണുക ഞാൻ. അങ്ങനെ എൻ്റെ ജോഷി എന്ന് പറഞ്ഞ ഒരു സ്നേഹിതനുണ്ട്, ഗിറ്റാറിസ്റ്റാണ്. യേശുദാസിനൊക്കെ വായിക്കുന്ന ആളാണ് ജോഷി. അങ്ങനെ അവരെ ഞാനൊരു നല്ല പരിചയം എനിക്ക് അങ്ങനെ അയാൾ അങ്ങോട്ട് ചെന്ന് പരിചയപ്പെട്ടതാണ്. അപ്പോൾ എന്നെ വലിയ കാര്യമായി അവർക്ക്, എല്ലാത്തിനും പിന്നാലെ ഉണ്ടാവും. എന്നെ വലിയ ഇഷ്ടമായി. അങ്ങനെ ജോബായിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് ഇങ്ങനെ താളമുള്ള ആളാണെന്നപ്പോൾ മാഷ് പറഞ്ഞ് ഒന്നിരിക്കും ഒരു ബീറ്റ് വായിച്ചു. ഞാൻ പറഞ്ഞു എനിക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, ഞാൻ കാണിച്ചു തരാം, അത് ചെയ്താൽ മതി. അങ്ങനെ മാഷ് എനിക്കത് ഒരു ബീറ്റ് കാണിച്ചു തന്നു, 4x4 ഒരു സാധനം മാഷ് കാണിച്ചു തന്നു. ഞാനത് അപ്പോൾ തന്നെ ചെയ്തു. അപ്പോൾ മാഷക്ക് വലിയ താല്പര്യം, സംഭവം അതന്നെ. അപ്പോൾ കഴിവുണ്ടെന്ന് മനസ്സിലായി മാഷക്ക്. അപ്പം മാഷ് ഇവിടുന്ന് ഈ കേബറ ഹോള് ഒന്ന് പോയി നാട്ടിലേക്ക് പോയി കാണും. എനിക്ക് തൃശ്ശൂർ പോയി പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോൾ എൻ്റെ. ഞാൻ ഇവിടുന്ന് തൃശ്ശൂർ പോയി പഠിക്കുന്ന കുറേ ഡാനി പിന്നെ പ്രേമ ഇവരൊക്കെ തൃശ്ശൂർ പോയിട്ട് ജോബായി മാഷടുത്ത് പഠിക്കുന്നതാണ്. ഞാൻ ഈ 3 താളം വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ കുറേ പിന്നെ പാട്ട് പഠിച്ചിട്ട് അതിൻ്റെ ആദേശം അതിൽ അങ്ങനെ വായിക്കും. ഞാൻ വലിയ ഒന്നും അറിയില്ലെങ്കിലും കുറച്ച് ഒക്കെ ഞാൻ അങ്ങനെ പോകും. പക്ഷെ എനിക്ക് നല്ല ചാൻസ് ആയിരുന്നു, നല്ല വായിക്കാൻ കഴിയും. പിന്നെ എൻ്റെ അടുത്ത് ഡ്രം ഉണ്ടായിരുന്നു, ഗ്യാസ് ഡ്രം ഉണ്ടായിരുന്നു കയ്യിൽ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്ത് നിന്ന് വാങ്ങിയാൽ കുറഞ്ഞ പൈസയുള്ളൂ. അന്ന് 2000 ഉറുപ്പികയുള്ളൂ സിംഗിൾ സാധനം വാങ്ങി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വായിച്ചു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അതും ഇല്ലാണ്ടായി. എനിക്കൊരു പണിക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. ഓർക്കസ്ട്ര വായിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഇങ്ങനെ എല്ലാം പൈസ ഇട്ടുണ്ട്. പിന്നെ സുഖം പോലെ നടക്കുക, പല ആളുടെ ഭയങ്കര പേരുമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമുണ്ട്, പണിയെടുത്തിനെക്കാട്ടും പൈസ ഇട്ടു. അപ്പോൾ എനിക്കൊരു വേണ്ടാത്തൊരു ബുദ്ധി തോന്നി. എൻ്റെ ടോക്ക ഞാൻ വേറെ ആൾക്ക് വിറ്റ്. അത് വിൽക്കാൻ കാരണം എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ആഗ്രഹിച്ചിട്ട്. എനിക്ക് സ്വന്തം വീടില്ല. ഞങ്ങളവിടെ ലൈൻ വീട്ടിലാണ്, പാളയത്തിലാണ് താമസം. തൊട്ടടുത്താണ് യുണൈറ്റഡ് ഡ്രാമാറ്റിക് അക്കാദമി. എനിക്കങ്ങനെ ആ കലയോട് വലിയ താല്പര്യമായി. വൈകുന്നേരം അവിടെ പോയിരിക്കും. ചെറുപ്പത്തിൽ മാമക്കായൊക്കെ എപ്പോഴും അതിന് ട്രഷറാണ്, ഞാൻ അറിയുന്ന ആളാണ്. പിന്നെ ADC ഗംഗാരൻ ഇവരൊക്കെ അതിൻ്റെ ആൾക്കാരാണ്. ഇതിൻ്റെ പിന്നെ KMCT ഗംഗാരേട്ടൻ ഇവരങ്ങനെ കുറേ ആൾക്കാരുണ്ട്, വലിയ വലിയ മഹാന്മാരാണൊക്കെ. ഞാനതിൻ്റെ സൈഡിലുണ്ടാവും. അവരെല്ലാവരും ഞാൻ അറിയും. എന്നെ അങ്ങോട്ട് അറിയാമെന്ന് അറിയില്ല. നമുക്ക് നരേന്ദ്രമോദിനെ ഞാൻ അറിയല്ലോ, നരേന്ദ്രമോദി ഇന്നെ അറിയില്ല. ആണ് എല്ലാവരും വല്ല ബന്ധം. ഞാൻ അങ്ങോട്ട് അങ്ങനെ അടിയാറില്ല. അങ്ങനെ ഉള്ളൊരു പീരീഡിലാണ് അവിടെ. അതിനിപ്പോൾ ക്ലബ്ബ് കാണുന്നില്ല. ഇപ്പം എന്താണെന്നല്ല, ഇപ്പോൾ ആളുകാവലിൽ വെച്ചിട്ട് അവിടെ ഒരു മീറ്റിങ്ങൊക്കെ നടത്തുക. സ്ഥാപനമില്ല, യുണൈറ്റഡ് ഡ്രാമാറ്റിക് ഇല്ല. അത് നല്ല ഒരു കലാസംഘടന. ഉമ്മറൊക്കെ അവിടുന്നാണ് വളർന്നത്, നടൻ ഉമ്മർ. അത് പിന്നെ ഒരു ജോസ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഇതാ ഇപ്പോൾ ഇയാൾ കുതിരോട്ടം പപ്പു, നെല്ലിക്കോട് ഭാസ്കരൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ അതിലൂടെ വളർന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഘടന ഞാൻ കുറേ ഉണ്ടായിരുന്നു. എനിക്ക് നാടകമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവരൊക്കെ അറിയും. ഈ പണി വിറ്റതോട് കൂടിയിട്ട് ഓർക്കസ്ട്രയിലേക്കുള്ള ചാൻസും കുറഞ്ഞ്, പണിയില്ല, പഴയ വരുമാനമില്ല. ഞാൻ തോനെ പൈസ ചിലവാക്കി ശീലമായിപ്പോയാണ്.
ഇന്ന് കിട്ടിയത് ഇന്നെ തീർക്കുന്ന ആളാണ്. എങ്ങനെയെങ്കിലും തീർക്കും ഞാൻ, നാളെ കിട്ടാണ്ടല്ലോ ഇതിന്. ആ ഭാവിയിലേക്ക് ഒന്നും എടുത്ത് പിടിക്കുക ഒന്നും ചെയ്തില്ല. 20,000 റുപ്യക്ക് അന്ന് ഇന്നത്തെ ടോക്കൻ്റെ വില 12 ലക്ഷം. അന്ന് ഞാൻ വിറ്റത് 20,000 റുപ്യക്കാണ്. എൻ്റെ ജോലി ഞാൻ വിറ്റത്. കയറോണൊക്കെ ഞാൻ നല്ല പരിചയം, നല്ല വായിക്കണ്ടേ. കയറോണിനെ കൂടുതലൊക്കെ ഒരുപാട് വായിച്ചാൽ അല്ല, മലപ്പുറം ജില്ലയ്ക്ക് നല്ല പരിപാടിയാക്കി ഗസലൊക്കെ വായിക്കുന്നുണ്ട്. ഗസൽ എനിക്കറിയില്ല, പക്ഷെ എൻ്റെ കൂടുതൽ ഡ്രമ്മായിട്ട് ഞാൻ പോകും. അപ്പോൾ നല്ല പരിചയമാണ് പറഞ്ഞിട്ട്. അയാൾ കൂടി ഉണ്ടാക്കിയ ഒരു യൂണിയൻ ഉണ്ട്, ആദ്യമായിട്ടുണ്ടായ ഒരു യൂണിയൻ, വെൽഫെയർ മ്യൂസിക് അസോസിയേഷൻ, അങ്ങനെ ഒരു സംഘടന ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ട്രൂപ്പിൽ ഞാൻ ആദ്യം ഇത് പണിയെടുക്കുമ്പോഴും ഇല്ലാത്തപ്പോഴും ഇവരൊക്കെ ആയിട്ട് കമ്പനിയാണ്. റൗണ്ട് എടുത്താണ് നമ്മുടെ ടീം ഉണ്ടാവുക. എല്ലാ ഓർക്കസ്ട്രൻ്റെ ആൾക്കാരും അന്നത്തെ മാതിരി സെൽഫോണൊന്നുമില്ല, പേജർ സെൽഫോണൊന്നും ഇല്ലാത്തൊരു കാലമാണ്. അപ്പോൾ ഒരു പ്രോഗ്രാം വേണമെങ്കിൽ എല്ലാവരും വീട്ടിലേക്ക് പോകണം. അത് വേണ്ട, ഇത് എല്ലാവരും വൈകുന്നേരം ആകുമ്പോൾ അവിടെ എത്തും. ശനി ഞായറാ പരിപാടി, ബാക്കി എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് പാട്ടുകാരൻ എന്നെ പാട്ടുകാരൻ ഇവിടെ നാളെ പരിപാടിയിട്ട് നാളെ വരണേ, എന്താ അറ്റൻസ് ഇതാ, തബലക്കാരൻ ഇതാ, അങ്ങനെ എല്ലാവരും അവിടെ ഉണ്ടാവും. അങ്ങനെയുള്ള നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയാൽ പോരാന്ന് അവിടുന്ന് ഒരു ആശയം വെച്ചാൽ ഒരു യൂണിയനാകാൻ. അപ്പോൾ കയറുമ്പോഴാണ് അതിൻ്റെ ആൾ. അങ്ങനെ ഉണ്ണി നല്ലൊരു ഒരു വക്കീലുണ്ട്, മൂപ്പര ആളെ പിടിച്ചിട്ട് ഒരു യൂണിയൻ ഉണ്ടാക്കി. ആ യൂണിയനിൽ ആരായിരിക്കാൻ പറ്റാത്ത എനിക്ക് വലിയ സങ്കടം ഉണ്ടായില്ല. ഞാനൊക്കെ അതിൽ മെമ്പറാണ്, മെമ്പർഷിപ്പും കൊടുക്കാറുണ്ട്. അങ്ങനെ പിന്നെ ഇതിൻ്റെ ബാബു എന്നിട്ടൊരു ആളുണ്ട്, മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് താമസം. അവൻ കേട്ടാലും പോലെ കേൾക്കണമേ, ഞാൻ നേരിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവനെ അറിയണം, അത് കാണുമേ. ബാബു ആണ് അതിൻ്റെ കത്തയക്കുക, യൂണിയനിലുള്ള മെമ്പർമാർക്ക് കത്തയക്കലാണ്. ഫോണില്ലല്ലോ, അപ്പോൾ എനിക്ക് അയക്കില്ല. ഞാനറിയില്ല അവിടെ യോഗമുള്ളത്. ഇത് യോഗ നടക്കുന്നത് സരസ്വതി മ്യൂസിക്കലിൻ്റെ പിന്നിൽ ഒരു റൂമുണ്ട്, മറ്റേ ഇതിൻ്റെ ജനതാദളിൻ്റെ ഓഫീസാണ്. അതും അതിൻ്റെ ഒരു ഓഫീസിൽ ഒരു റൂമുണ്ട്, വലിയ റൂം, ഹോളാണ്. ആ ഹോള് ജനതാദളിൻ്റെ. അപ്പോൾ അത് ഒരു തരുന്നതാണത്, യോഗം കൂടാൻ. എന്തോ ചെറിയ പൈസ കൊടുത്താൽ മതി. അങ്ങനെ എന്നെ അറിയിക്കില്ല. ഞാൻ അപ്പോൾ നോക്കുമ്പോൾ ഒരു 3-4 സംഭവം കഴിഞ്ഞു പോയി. അപ്പോൾ ഞാൻ കൊമ്മേരി താമസം, പണിയാണെങ്കിൽ ഞാൻ ടോക്കൺ കൊടുക്കുകയും ചെയ്ത്. പിന്നെ അവിടെ എത്തിയാൽ വൈകുന്നേരം ആകുമ്പോൾ ലേശം വിളിങ്ങും, ലേശം അടിക്കുന്ന സ്വഭാവമായി. പിന്നെ വേറെ ഒന്നിനൊന്നും താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് വലിയ നേട്ടമൊന്നും ഉണ്ടാവില്ല. ഈ യൂണിയനെ കൊണ്ട് വലിയ നേട്ടം ഉണ്ടാവുമെന്നും ഞാനന്ന് വിചാരിച്ചിട്ടില്ല, വലിയ സംഗതിയിലെത്തുമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോഴാണ് അതിൻ്റെ ആ കുറ്റബോധം എനിക്ക് മനസ്സിലാവണേ. എൻ്റെ അടുത്ത് പറ്റിയ എനിക്കൊക്കെ നഷ്ടമാണ് പറ്റിയത് ജീവിതത്തിലൊക്കെ. അങ്ങനെ ബാബു എനിക്ക് അയക്കില്ല. കാരണം എന്താ അറിയോ, നിസ്സാര കാര്യമാണ്. ഓൻ തന്നെ ചെയ്ത പണിയത്. ഞാൻ ഇന്നേ വരെ ഇതാ ടി വിയിൽ അറിയണത്, ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ഞാൻ ഒന്നിൻ്റെ ചോദിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിനിമയിൽ അഭിനയിക്കേണ്ട ഒരു ജയരാജൻ സൈഡ് ആക്റ്റായിട്ട് വയസ്സായ പുള്ളിക്കുത്തൊക്കെ ഉള്ള വലിയ സൗന്ദര്യമൊന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ ഡീറോ മൂപ്പര്, ഞാനായിട്ട് വലിയ കമ്പനിയാണ് ജയരാജൻ. ഞങ്ങൾ പഴമ്പഴമൊക്കെ വിളിക്കൽ. അങ്ങനെ ഓനെ ഞാൻ അവിടെ ഒരു ഗിറ്റാറിസ്റ്റ് ഉണ്ട്, ജയ എന്നാ പേര്. സീക്വൻസ് ഓർക്കസ്ട്രയിൽ സൈനുദ്ദീൻ്റെ അന്നത്തെ ട്രൂപ്പിലെ ഗിറ്റാറിസ്റ്റ് ജയനാണ്. കാളൂറൂട്ടിലായിരുന്നു താമസം. ജയൻ്റെ കല്യാണം കാളൂറൂട്ടിൽ വെച്ചിട്ട് ജംഗ്ഷനിൽ തന്നെ. അപ്പോൾ നമ്മളെ ക്ലബ്ബ് ചാലപ്പുറത്ത് വിജയ ബാങ്ക്, ഇപ്പോഴത്തെ സിറ്റി ബാങ്ക്, ആ സ്ഥലത്തായിരുന്നു നമ്മളെ ക്ലബ്ബ്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ടേക്ക് ഇത്തിരി ഉള്ളൂ, കാളൂറൂട്ടിലേക്ക് വളരെ കുറച്ചേ ഉള്ളൂ നടക്കാൻ. അപ്പം ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ഇതൊക്കെ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി. പിന്നെ 2 വീലൊന്നുമില്ല. അന്നേരം ചില ആൾക്കാരൊക്കെയാണ് പറഞ്ഞ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാനും ഈ ബാബു കൂടെ അവിടെ എപ്പോഴും വന്നിങ്ങനെ നിൽക്കും. ബാബുവിന് വായിക്കാനോ അതിനൊന്നും ചാൻസ് അവിടെ ആരും കൊടുക്കാറില്ല. അന്ന് ഇവന് പണിയില്ല, ഇവന് പണി സർക്കാർ ഉദ്യോഗമൊന്നും കിട്ടിയിട്ടില്ല ഇവന്. അപ്പം വൈകുന്നേരം ആകുമ്പോൾ അവിടെ വരും, എല്ലാവരും ഇങ്ങനെ വന്നിരിക്കും. നമ്മളിങ്ങനെ വായിക്കണം, പാടണം, റിഹേഴ്സലൊക്കെ പങ്കെടുക്കലുണ്ട്. അവിടെ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല അവന്. അങ്ങനെ കല്യാണത്തിന് ഓനും വന്ന് കൂടെ വന്ന് ജയരാജൻ നടുക്ക്, അപ്പുറത്ത് ബാബു, അപ്പുറത്ത് ഞാൻ വിഗ് ഇട്ടില്ല. എന്നെ കണ്ടാൽ മനസ്സിലാവില്ല, ആർക്കും തന്നെ ഒരു വിധാക്കൊന്നും മനസ്സിലായില്ല. ഈ വിഗ് തന്നതും ഈ ഓർക്കസ്ട്രയിൽ ഒരു ബാബു ഓൻ പോരില്ല. ഞാൻ ചോദിച്ചിട്ട് തന്നതൊന്നുമല്ല, അവൻ അവിടെ നിന്ന് അയച്ചു തന്ന അപാര വിഗ്. കണ്ടാൽ തന്നെ ഒരാൾക്ക് പറയാൻ കഴിയത് വിഗാണെന്ന് പറയില്ല. അങ്ങനത്തെ വിഗ്
അന്നത്തെ നല്ല വില, എത്ര വിലയെന്ന് അറിയില്ല, നല്ല രസമുള്ള സാധനം. അത് ഞാനന്ന് ഇത് കിട്ടി. എന്നെ കണ്ടാൽ ബാബുവിന് മനസ്സിലാവില്ലല്ലോ, അതുകൊണ്ട് പറ്റിയായിരിക്കുമല്ലോ. അതുകൊണ്ട് പറ്റിയത് കുറ്റം പറയാം. ഭാസ്കർ അപ്പം എൻ്റെ അടുത്ത് ഞാൻ നിൽക്കുന്നുണ്ട്, പിന്നെ അപ്പുറമുണ്ട് ജയരാജൻ, എന്തോ ആയിപ്പോയിക്കണേ. ഭാസ്കരട്ടൻ എന്ന് പറഞ്ഞാൽ ഡോലൊക്കെ നല്ലോണം വായിച്ചിട്ട് അയാൾ ജാസിൻ്റെ മുകളിലായൊക്കൊന്നും അറിയില്ല. എന്തിനാ അയാൾ ജാസ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്ക് എന്താ അറിയുക ജാസിനെ പറ്റിയിട്ട്. ഡോലൊക്കെ മുമ്പിൽ നല്ലോണം വായിക്കും. പുറത്ത് ഞാൻ കേൾക്ക് തൊട്ടടുത്ത് ഇന്നെ ജയരാജനെ ഇങ്ങനെ നോക്കിയിട്ട് ഉണ്ടണ്ട, ഞാൻ ഉണ്ടില്ല. അവിടെ ചെന്ന് കയറി ജാസ് ഇങ്ങനെ വായിച്ചും കൊണ്ടിരിക്കുക. അന്ന് വലിയ പാട്ടാണ്, ലേലാവ ലേലൊക്കെ വലിയ പാട്ടാണ്. പിന്നെ ബിയാത്തു ഇതൊക്കെ അന്നൊക്കെ അത് എടുക്കലുണ്ട്, അങ്ങനത്തെ പാട്ടൊക്കെ. അപ്പോൾ അങ്ങനെ അടിക്കുമ്പോൾ ലൈറ്റൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് അന്നത്തെ കാലല്ലേ, അതൊരു അതിൻ്റെ രസമായിട്ട് വായിച്ചു. നല്ല അപ്പോൾ എനിക്കൊരു പ്രത്യേകത തോന്നി. ഒരാളിങ്ങനെ ഒരു മോശം അഭിപ്രായം പറയുമ്പോൾ എൻ്റെ സാധനം ഒന്ന് നന്നാക്കണം എന്നുള്ളൊരു, ഞാൻ ചെയ്യുന്ന സാധനം വളരെ വൃത്തിയാക്കണം എന്നുള്ള ഒരു ആവേശം വന്നിട്ട് ഞാൻ കുറച്ച് നന്നായി വായിക്കും ചെയ്തു. എന്താണെന്നറിയില്ല, ഇവൻ കേൾക്കുന്നുണ്ടല്ലോ. പിന്നെ ആണ് മനസ്സിലായത് ഞാനാണല്ലോ ഇവിടെ നിൽക്കുമ്പോൾ മോശമാക്കി പറഞ്ഞാളെന്നെ. അതാണ് അവൻ എന്നോടുള്ള ദേഷ്യം. കേട്ടുകയല്ലേ ഞാൻ, തൊട്ടടുത്തേക്കല്ലേ. ആ ബാബുവിൻ്റെ പണിയത്. ബാബുവാണ് എന്നെ ഈ യൂണിയനിൽ നിന്ന് ഔട്ടാക്കിയ ആൾ. അപ്പോൾ ഈ അടുത്ത് ഇപ്പോൾ എന്നോട് ഈ ഒരു 1000 റുപ്യൻ്റെ കിറ്റ്, അപ്പോൾ അത് ഞാൻ ഇന്ന ഒരാളെ അറിയിച്ചു, ഇങ്ങനെ സലാമും ഇങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പാടിലാണ്. അപ്പോൾ ഭാസ്കരേട്ടൻ നിങ്ങളൊന്ന് സലാമിന് കണ്ടു നോക്കി, ഞാൻ നമ്പർ ഞാൻ തരാനിട്ട്. ഞാൻ ഏത് ഫ്രണ്ടാന്ന് വിളിച്ചോ അറിയില്ല, മറന്നു ഞാൻ വിളിച്ചു നോക്കാറുണ്ട്. ഞാൻ വിളിച്ച്, സലാമേ ഞാൻ എൻ്റെ കാര്യമൊക്കെ മറന്നോ? ഭാസ്കരേട്ടൻ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നാളെ ഒന്ന് ഇതുവരെ വരി, പിന്നെ ചർച്ചിൻ്റെ അടുത്ത് മറ്റേ കുരിശുപള്ളീൻ്റെ അടുത്ത് അവിടെയാണ് ഓഫീസ്, അവിടെ ഒന്ന് വന്നാൽ മതി, ഒരു ടോക്കൺ തരാനുണ്ട്. അതുകൂടെ അറിയിച്ചാൽ കിട്ടും, വലിയ ഉപകാരമാണ്. അങ്ങനെ ചെന്ന് ടോക്കൺ വാങ്ങി എനിക്കൊരു മറ്റേ ബിസ്മിന്ന് ഒരു 1000 റുപ്യൻ്റെ സാധനം കിട്ടിയത് വലിയൊരു ഉപകാരമായത്. അങ്ങനത്തെ ഒരു സമയത്തായിരുന്നത്. നല്ലൊരു കിട്ടലായത്. അങ്ങനെ ഇവനും ഇതേമാതിരി നിപ്പ ഈ സംഘടന ഇതേമാതിരി എനിക്കൊരു കിറ്റ് തന്ന്. അത് ഇങ്ങനത്തെ സമയത്ത്, ഇത്തരം സമയത്താണ് എനിക്കത് തരുന്നത്. അതൊക്കെ എന്തോരു പറക്കാൻ കഴിയുന്നൊരു സംഗതി. അവരുടെയൊക്കെ എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. പിന്നെ എനിക്ക് 2 മക്കളുണ്ട്. ഒരുത്തൻ നല്ല ജാസ് വായിക്കുന്ന ആൾ, വെസ്റ്റേൺ വായിക്കും, സജി എന്നാണ് പേര്. മറ്റാളാണെങ്കിൽ വെസ്റ്റേൺ ഡാൻസറാണ്, രണ്ടാമത്തെ ആൾ. എല്ലാവരും അറിയും, ഇവിടെ കുറേ ഓർക്കസ്ട്രയിലൊക്കെ കളിച്ചിട്ടുണ്ട്. സജി എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്തമ്മൻ്റെ പേര്. ഓനെ ഒരു ഇതൊന്നുമില്ല, അതിന് പറയുക ഫോർമാലിറ്റി ഒന്നും ഇല്ലാത്ത ആൾ. എന്ത് പണിയെടുക്കും, ജാസ് ഡ്രമ്മറാണെന്നുള്ള അതൊന്നും ഓന് കണ്ടിട്ടില്ല. അധ്വാനിക്കണം എവിടെയും പോയിട്ട്. ഞാനാണ് പണയത്തിന് വീട്ടിലെപ്പോഴും താമസിക്കുന്നത്. അറിയാതെക്കാൻ വയ്യ. ഭാര്യേൻ്റെ അമ്മ സ്കൂളിൽ കുട്ടികൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കണം. ആ കഞ്ഞി കൊണ്ടൊരു സങ്കടക്കാരിച്ചൽ വരാറ്. അത് കഴിച്ചിട്ടുണ്ട് കുറേ കൊല്ലങ്ങളോളം. ആ കഞ്ഞിയാണ് നമ്മളെ ഭക്ഷണം. നമ്മൾ 3 കുട്ടികളും ഭാര്യയും ഞാനും. അമ്മയമ്മ സ്കൂളിൽ നിന്ന് അവിടെ ലേശം ആദ്യം എടുത്ത് വെക്കണ ബാലൻസ് അല്ല, ഇവിടെ നമുക്ക് തരാൻ വേണ്ടിയിട്ട് ഒരു ചെമ്പിൽ ലേശം ഊറ്റിയിട്ട് കുറച്ച് വെള്ളം കുറച്ചിട്ട് ഒരു ചെമ്പ് കൊണ്ടുവരും, കുറച്ച് ചെറുപയറും കൊണ്ടുവരും. അതാണ് നമ്മളെ ഭക്ഷണം. അന്നേരം ഈ സമയത്തൊന്നും ഓർക്കസ്ട്രയായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാണ്ട് ഇന്നെ എല്ലാവരും മറന്ന മാതിരിയായി. ഇങ്ങനെ ഒരാളുണ്ടായിരുന്നെന്നുള്ളത്. അങ്ങനെ രണ്ടാമതപ്പോൾ ഈ സംഘടനയിൽ വന്നപ്പം ഇവരൊക്കെ എൻ്റെ രണ്ടാമതും ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനിക്ക് ലേശം വായിക്കാനൊക്കെ പറ്റി. കയ്യൊന്നും ആദ്യം ഓടില്ലായിരുന്നു, ഇപ്പോൾ കയ്യൊക്കെ നല്ല അത്യാവശ്യം വർക്കാവുന്നുണ്ട്. ഗോവിന്ദരാജ്, അപ്പുട്ടി, പിന്നെ സതീഷ് ബാബുവിന് 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്. അങ്ങനെ പ്രഗത്ഭന്മാരെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ തന്നെ. ഗോവിന്ദരാജ്, അപ്പുട്ടിയൊക്കെ അന്നത്തെ വലിയ സ്റ്റാറുകളാണ്. രണ്ടാളും തന്നെ മതി. പുത്തറ എന്നിട്ടൊരു പാട്ടുകാരുണ്ട് കിഷോറിൻ്റെ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ മലയാളം പാടുന്നുണ്ട് സുധാകരൻ, യേശുദാസ്, കൊയിലാണ്ടി യേശുദാസിൻ്റെ ഇഷ്ടം പോലെ കിഷോറിൻ്റെ പാട്ടാണ് പാടുക അധികവും. അപ്പോൾ എനിക്ക് പണിയാണ്.
അതുകൊണ്ട് എനിക്കും വലിയ കാര്യമാണ്, അവന് എനിക്കും വലിയ കാര്യം. അന്ന് പിന്നെ എന്നെക്കാട്ടും വലിയ കഷ്ടത്തിലാണ് പോയത്. ഇപ്പോൾ ഞാൻ യേശുദാസിനെ കുമ്പാടും വായിച്ചിട്ടുണ്ട്, കൊയിലാണ്ടി യേശുദാസിന്. അവിടെ ഒരു തബല പ്രഭാകരൻ, ഇവരൊക്കെ ആയിട്ട് നല്ല ടീമാണ് ഞാൻ. ശ്വാസത്തിൻ്റെ വലിയ പ്രശ്നമുണ്ട് എനിക്ക്. അപ്പോൾ ഞാനതിങ്ങനെ കൊണ്ടെടുക്കുകയാണ്. ഇല്ല, എനിക്ക് ആദ്യം സമയമില്ലല്ലോ, 74 ആയില്ലേ. ക്ഷണായി ഇടയ്ക്ക് കാണും. ക്ഷണയൊക്കെ ഭയങ്കര ലോഹിയാണ്, എല്ലാ സഹായവും ചെയ്യും. ഒരു കഴിവില്ലാത്ത ആൾക്ക് ഈ നാടക സംഗീത അക്കാദമീൻ്റെ പെൻഷൻ കിട്ടുന്നു. ഒരു കഴിവില്ലാതെ 2 ആൾ എൻ്റെ അറിവിൽ തന്നെ ഉണ്ട്. പിന്നെ എത്രയോ ആളുണ്ടെന്ന് പറയാൻ കഴിയില്ല. ഓരോ ഓർക്കസ്ട്രയിലും കാണാത്ത ആളാണ്. ഹാർമോണിയം വായിക്കും പുറത്ത്, മറാഠേൻ്റെ ശിഷ്യനാണ്. അയാൾ എന്നോട് പറയണം, നിങ്ങളിതൊന്ന് എഴുതി കൊടുക്കി, നിങ്ങളിന്ന് അവിടെ ഞാൻ വാങ്ങണ്ടല്ല പൈസ, ബാങ്കിൽ കറക്റ്റ് ഡേറ്റിനും 3000 റുപ്യ വരും. അപ്പം ഞാനൊക്കെ പൈസയിലിടും. പിന്നെ അങ്ങനെ പറഞ്ഞ് ഞാനൊരു സൈന് വേണ്ടി മെനക്കെട്ട് മറ്റേ സാമുവൽ ഇയാളടുത്ത് എന്തെൻ്റെ പേര് വിൽസൺ മാഷ്. അപ്പോൾ വേറെ ആൾ റെക്കമെൻഡ് ചെയ്തതന്നെ. ഇവിടുന്നാണ് സഹായിച്ചത്. ഇവിടുത്തെ ഒരു അംഗം ആണ് അതിനുള്ള വഴി ഉണ്ടാക്കി തന്നത്. അപ്പോൾ നിങ്ങൾ പോയിക്കോളി, ഞാൻ പറഞ്ഞിരുന്നത്. അതിനവിടെ വെച്ചാൽ അവിടെ ഞാൻ റെക്കമെൻഡ് ഒന്നും ഇല്ലാതെ ചെന്നപ്പോൾ അയാൾ അങ്ങനെ കാര്യമാക്കിയിട്ടില്ല. ഇപ്പോൾ അതൊന്നും ഇല്ല, കിട്ടൂല, അപ്പോൾ അതൊക്കെ നിർത്തിച്ചിരിക്കുന്നു പറഞ്ഞു. ആദ്യം ഇവിടുത്തെ ആ റെക്കമെൻഡിൽ, ഇവിടുത്തെ ഈ ക്ലബിൻ്റെ ഒരാളെ റെക്കമെൻഡ് മൂപ്പർക്ക് തരാൻ പറ്റിയില്ല. അങ്ങനത്തെ ഒരാളാണ് പറഞ്ഞ് എനിക്ക് മൂപ്പർ അതിൻ്റെ എല്ലാ പേപ്പർ ഒക്കെ കൊണ്ട് തന്ന് ഇന്നെ വേണം എന്നൊക്കെ പറഞ്ഞു. ഒക്കെ ഞാൻ എഴുതി അതിനൊക്കെ ഒപ്പിടാനുള്ള ഒപ്പിട്ട് രജിസ്റ്റർ ചെയ്ത് അയക്കാൻ പറഞ്ഞു. രജിസ്റ്റർ ചെയ്ത് അയക്കാൻ എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞതിന് തനിയും വല്ലാത്ത ആളല്ലോ. ഇത് നേരെ പോസ്റ്റ് ഓഫീസ്, ഇവിടെ ഇതിൻ്റെ അടിയിലൊരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. ഇവിടെ കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ ഉച്ച വരെയുള്ളൂ, കൂട്ടി ചാലപ്പുറത്തേക്ക് പോയി. ചാലപ്പുറത്ത് പോയപ്പോൾ അവിടുന്ന് പറഞ്ഞ് നിങ്ങളിപ്പോൾ ഇവിടുത്തെ ടൈം കഴിഞ്ഞിരിക്കണം, നിങ്ങൾ ഹെഡ് പോസ്റ്റ് ഓഫീസ് പോയിക്കോളി. നേരെ അവിടുന്ന് ഒരു ബസ്സുണ്ട്, ടൗൺ ബസ്. അവിടുന്ന് കയറി ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ചെന്ന് അവിടെ കൊടുത്തു. ഞാൻ ഇങ്ങനെ രജിസ്റ്ററാണ്. തൂക്കി അങ്ങനെ 10 റുപ്യ അങ്ങനെ എന്തോ ഒരു പൈസ, ചെറിയ പൈസ അതിൻ്റെ വാങ്ങി. അത് ഞങ്ങൾ ആ ബോക്സിൽ ഇട്ടേക്കുന്നതാണ്. ഞാൻ ചെന്ന ബോക്സിലിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നത്. പിന്നെയാണ് ഞാൻ തോന്നുന്നത് ഇതിന് റെസീറ്റ് വാങ്ങണമല്ലോ. റെസീറ്റ് വാങ്ങിയിട്ടില്ല. അത് വലിയൊരു വ്യാപാരം. മുന്നോട്ട് ഞാൻ വിൽസൺ മാഷ് ചോദിച്ചു എന്നോട്, റെസീറ്റ് വാങ്ങിയില്ല. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ അതിലിടാൻ പറഞ്ഞപ്പെട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു, ബോക്സിലിടാൻ പറഞ്ഞു. ഞാനിങ്ങോട്ട് പോകുന്നു. പറ്റി ഇനി വന്നാൽ കാണാൻ പറഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞു. അങ്ങനത്തെ ഒരു സംഭവമില്ല. കോട്ട വിചാരിച്ചു ഞാൻ ഒഴിവാക്കിയത്. ചെറിയൊരു വർക്കുണ്ട് കോട്ട, കലികറ്റിൻ്റെ കോട്ട. അപ്പം പച്ചക്കറി മാർക്കറ്റായിട്ട് കൂടുതൽ ബന്ധം. അപ്പോൾ ഞാനത് കയറിട്ട് ഇടാൻ പഠിച്ച്. പ്ലാസ്റ്റിക് കയറ് കൊണ്ട് കെട്ടണം. കലികറ്റിൻ്റെ കൊട്ട പിടിയൊക്കെ വെച്ച് കൊടുക്കും. അതിനെനിക്ക് 100 ഉറുപ്പിക കിട്ടും ഒരു കൊട്ടക്ക്. ഒരു കൊട്ട വരിഞ്ഞു കൊടുത്താൽ ഒരു കുറച്ച് പൈസ അതിൻ്റെ കയറിനൊക്കെ ചിലവാകും. അതിനും കൂടെ എനിക്ക് ഒരു 10-60-70 ഉറുപ്പിക കിട്ടും. എനിക്ക് ഒരു 3 വട്ടം 4 വട്ടം എൻ്റെ പണി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ഒരു 300 ഉറുപ്പിൻ്റെ പണി കിട്ടി അവിടെ. ഇനിയിപ്പോൾ എപ്പോഴാണ് കിട്ടുകയെന്ന് പറയാൻ കഴിയില്ല. ഭാര്യ ഒരു ഫ്ലാറ്റിൽ പണിക്കുന്നുണ്ട്. ഭാര്യയ്ക്കും വയ്യ, അല്ലേ കാലിനൊക്കെ വയ്യ. ഇതൊക്കെ പറയാൻ കയറി മടിയുണ്ട്. എന്നാലും പറയാനില്ല. അപ്പോൾ ഭാര്യൻ്റെ കാര്യം പോക്കാവൻ എന്തെങ്കിലും കിട്ടും കൊടുക്കും. 1.5 ആടനൊക്കെ എൻ്റെ ഫ്ലാറ്റിൽ പോയിട്ട് എന്തോ കിട്ടും. പിന്നെ അങ്ങനെയൊക്കെയാണ് പോകുന്നത്. പിന്നെ അവിടെ ഒരു അക്കർക്ക് എൻ്റെ പീടിയാണ്, മസാലപ്പീടിയ. എന്തും അയാൾ തരും, ഇത്ര വേണം, ഇത് അയാൾക്കാരെ പൈസ കിട്ടുന്നു. പിന്നെ ഇപ്പം 1400 ഉറുപ്പിക മാസം കിട്ടുന്നുണ്ട് പെൻഷൻ. അത് കംപ്ലീറ്റ് അങ്ങോട്ട് കൊടുക്കും. അത് ചിലപ്പോൾ മതിയാവില്ല. അങ്ങനെയൊക്കെ പോണു ഞാൻ. ജീവിതം വഴിമുട്ടിയ ഈ സാഹചര്യത്തിലും കലയെ സ്നേഹിച്ച ഈ കലാകാരനെ കനിവുള്ളവർ കാണുമെന്ന പ്രതീക്ഷയോടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അതാത് സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കലാകാരൻ്റെ ജീവിതാനുഭവമായി കാണാം എന്ന പ്രതീക്ഷയോടെ ഏവർക്കും നന്ദി, നമസ്കാരം. Hey
ഒരു ഭാവ ഗീതമിതാ